കാസർഗോഡ് വെള്ളരിക്കുണ്ട് മാലോത്ത് കസബ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യയനം ആരംഭിച്ചിട്ടും ഉന്നതികളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കുവാൻ മാർഗമൊരുക്കാതെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് കുട്ടികളെ വാഹന സൗകര്യമൊരുക്കി ഉന്നതകളിൽ നിന്ന് വിദ്യാലയത്തിലെത്തിക്കുന്ന വിദ്യാവാഹിനി പദ്ധതി മുടങ്ങിയിരിക്കുകയാണ്. ഇതോടെ ട്രൈബൽ മേഖലയിൽ നിന്നുള്ള കുട്ടികൾ സ്കൂളിലെത്തുന്നത് ഇല്ലാതായി. 50 വിദ്യാർത്ഥികൾ ഇന്ന് സ്കൂളിൽ എത്തിയില്ല. മാലോത്ത് കസബ ഹയർ സെക്കൻഡറിയിൽ നിന്നും അനൂപ് നീലേശ്വരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജില്ലയുടെ മലയോര മേഖലയിലെ പ്രമുഖ വിദ്യാലയമായ മാലോത്ത് കസബ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വിദ്യാലയത്തിൽ ധാരാളം ഉന്നതികളിൽ നിന്നുള്ള കുട്ടികൾ വന്ന് പഠിക്കുന്ന ഇടമാണ്. എന്നാൽ ഇത്തവണ വിദ്യാവാഹിനി പദ്ധതി അധികൃതർ നടപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. ഇത് കാരണം 50ഓളം വിദ്യാർത്ഥികൾ ഈ അധ്യയനത്തിന്റെ 2ാം ദിനത്തിൽ വിദ്യാലയത്തിൽ എത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയാം. PTA പ്രസിഡന്റാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്താണ് ഇതിലൊരു വീഴ്ച വന്നത്? ഈ ഒരു വിദ്യാലയം കാസർഗോഡ് ജില്ലയിലെ തന്നെ ട്രൈബൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന എണ്ണപ്പെട്ട സ്കൂളുകളിലൊന്നാണ്. അപ്പോൾ ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾ ഏകദേശം ബസ് യാത്ര കിട്ടണമെങ്കിൽ തന്നെ 6-7 കിലോമീറ്ററുകൾക്ക് ദൂരം നടന്നു വന്ന് ഈ വിദ്യാലയത്തിലേക്ക് എത്തേണ്ട സാഹചര്യത്തിലാണ്. പ്രത്യേകിച്ച് മലമുകളിൽ നിന്നൊക്കെ ഒരുപാട് വന്യമൃഗ ശല്യങ്ങളൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ നടക്കം ഉള്ള കുട്ടികളാണ് ഇവിടേക്ക് എത്തുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് മാലോത്ത് കസബയിലൂടെ ഇങ്ങനൊരു പദ്ധതി, മുമ്പത് ഗോത്രവാഹിനി പദ്ധതി എന്ന പേരിലും പിന്നീട് അത് വിദ്യാവാഹിനി പദ്ധതിയായിട്ടും മാറ്റങ്ങൾ വന്നുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കിയിട്ടും ഈ ആദ്യ ദിനത്തിൽ തന്നെ ഈ മുടക്കമുണ്ടായി? ആദ്യ ദിനത്തിൽ സ്കൂൾ വാഹനം ഓടിയിട്ടുണ്ട്. HM അതിന് മുൻകൈ എടുത്തുകൊണ്ട് ആദ്യ ദിവസം വാഹനം ഓടുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ കഴിഞ്ഞ വർഷത്തെ വാടകയ്ക്ക് വീണ്ടും ഓടാൻ കഴിയില്ല എന്ന് വാഹന ഉടമകൾ അവരുടെ കൊട്ടേഷൻ സമർപ്പിക്കുന്ന വേളയിൽ രേഖപ്പെടുത്തുകയും ആ അമിതമായിട്ടുള്ള കൊട്ടേഷൻ തുക വന്നാൽ അത് RTO നിശ്ചയിക്കുന്ന തുകയിലേക്ക് പോകേണ്ടി വരും, RTOയ്ക്ക് കൈമാറേണ്ടി വരുമെന്ന് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ച ഒരു സാഹചര്യത്തിലുമാണ് ഈ പദ്ധതി സ്കൂൾ ആരംഭത്തിൽ തുറക്കുമ്പോൾ തന്നെ നമുക്ക് അനുവദിക്കാൻ കഴിയാതെ പോയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിൽ തീരുമാനം എടുക്കേണ്ടത് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും RTOയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുമാണ്. എന്താണ് അതിലൊരു മറുപടി വ്യക്തത ഉണ്ടായോ? ഇല്ല, അവർ നിലവിൽ പറയുന്നത് അമിതമായ വാടക കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നിലവിൽ എണ്ണയുടെ വില തുടർച്ചയായിട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഡ്രൈവേഴ്സ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, ജീവിത ചെലവ് വർദ്ധിക്കുകയും തുടർച്ചയായിട്ട് എണ്ണയുടെ വില വർധനവും കൂടെ വരുമ്പോൾ മുൻ വർഷങ്ങളിലൊക്കെയും ഇവരുമായി നമ്മൾ ചർച്ച നടത്തുകയും വർധനവില്ലാതെ ഓരോ വർഷവും വർധനവ് ആവശ്യപ്പെടുന്ന ഘട്ടത്തിലൊക്കെയും അങ്ങനെ ഒരു വർധനവില്ലാതെ വാഹനം ഓടിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അതിന് കഴിയില്ല എന്നാണ് ഉടമകൾ അറിയിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, വാഹനം ഓടിയാൽ അതാത് മാസങ്ങളിൽ അവർക്ക് പണം കിട്ടുന്നില്ല, വളരെ വൈകിയാണ്, കഴിഞ്ഞ അധ്യയന വർഷത്തെ തുക പോലും ഇനിയും കൊടുത്തു തീർത്തിട്ടില്ല. ഇങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഡ്രൈവേഴ്സിൻ്റെ ഭാഗത്ത് ഉണ്ടാകുക. അപ്പോൾ യഥാസമയം അവർക്ക് പണം കൈമാറുകയും അവരുടെ വേതനങ്ങൾ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാവും. ന്യായമായ രീതിയിൽ നമുക്ക് അവരുടെ വാടക നിശ്ചയിക്കാൻ PTAയ്ക്ക് ഒന്നും കഴിയില്ല. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ, അത് ആ മേഖലയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് നിശ്ചയിച്ചുകൊണ്ട് ആ തുകയിൽ വാഹനങ്ങൾ ഓടിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. എന്ത് കാരണത്തിൻ്റെ പേരിലായാലും ഒരു വിദ്യാർത്ഥിക്ക് പോലും പഠനം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഒരു വിദ്യാലയത്തിനും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള മുഴുവൻ കുട്ടികളെയും നാളെ മുതൽ ഈ വിദ്യാലയത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ക്രമീകരണം ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ച അല്ലെങ്കിൽ അത് നടപ്പാക്കുന്നതിലുള്ള മെല്ലെപ്പോക്ക്, അപ്പോൾ ഈ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ കുട്ടികളുടെ അധ്യയന ദിനങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ദിവസം ഇന്ന് നഷ്ടപ്പെട്ടു കുട്ടികൾക്ക്. അപ്പോൾ കുറേയേറെ കുട്ടികളൊക്കെ മറ്റ് സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് വരുന്നുണ്ടെങ്കിലും അത് ദൈനംദിനമായിട്ട് അവർക്ക് കൈകാര്യം ചെയ്ത് വരാൻ വേണ്ടി കഴിയില്ല. മാത്രമല്ല, മലയോര പ്രദേശത്ത് ദുർഘടമായ റോഡുകളാണ്. അപ്പോൾ അവിടേക്കൊക്കെ ഓട്ടോറിക്ഷയാണെങ്കിലും ജീപ്പാണെങ്കിലും കടന്നു പോകുന്നത് വലിയ വാടക വാങ്ങിക്കൊണ്ടാണ്. അപ്പം ഒരു കൂട്ടം കുട്ടികൾ വിചാരിച്ചാൽ പോലും തുടർച്ചയായിട്ട് സ്കൂളിൽ എത്താൻ വേണ്ടി കഴിയില്ല. അപ്പോൾ സർക്കാർ സംവിധാനം കൊടുക്കുക എന്നുള്ളതിനപ്പുറം മറ്റൊരു പോംവഴിയും ഈ വിഷയത്തിലില്ല. അതുകൊണ്ട് അടിയന്തര പരിഹാരം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അത്യാവശ്യം. അധ്യയന വർഷം ആരംഭിച്ച് 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഉന്നതികളിൽ നിന്നുള്ള 50ഓളം കുട്ടികളാണ് മാലോത്ത് കസബ ഗവൺമെന്റ് സ്കൂളിലേക്ക് എത്തിച്ചേരാത്തത്. അവർക്കുള്ള വാഹന സൗകര്യം ഒരുക്കുന്നതിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് കുട്ടികൾ സ്കൂളിലെത്താത്തതിന് കാരണമായിരിക്കുന്നത്. 150ഓളം കുട്ടികളാണ് ഇത്തരത്തിൽ ട്രൈബൽ മേഖലയിൽ നിന്നും വിദ്യാലയത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്.